നമസ്കാരം. കോക്ടെയിലിലേക്ക് സ്വാഗതം. KSRTCക്ക് പ്രാമുഖ്യം നൽകും എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ശശീന്ദ്രൻ മന്ത്രിക്ക് ഹരിത ട്രിബ്യൂണലിന്റെ വിധി ആദ്യ കടമ്പയായിരുന്നല്ലോ. എന്തായാലും മന്ത്രി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ബസ് മുതലാളിമാരും മറ്റ് സംഘടനാ നേതാക്കളുമായൊക്കെ കഴിഞ്ഞയാഴ്ച. KSRTC ഉൾപ്പെടെയുള്ള ബസ് ഉടമസ്ഥന്മാരുടെ മാത്രം പ്രശ്നമായി ഗവൺമെന്റ് കാണുന്നില്ല. ഈ പൊതുവാഹനങ്ങളെ ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് യാത്രക്കാരുടെ പ്രശ്നം കൂടിയായിട്ടാണ് ഗവൺമെൻറ് ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, താൽക്കാലികമായി സ്റ്റേ ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും 2000 cc മേലെയുള്ള വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ചിരുന്നു. മറ്റൊന്ന് ഒരല്പം നിയമപരവും സാങ്കേതികവുമാണ്. രജിസ്ട്രേഷൻ മുടങ്ങിയാൽ എല്ലാ ദിവസവും സർക്കാരിന് റവന്യൂ വരുമാനം വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരവും നിന്നുപോവുകയാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി കണക്കാക്കിയിട്ടുള്ളത്. ഇത് എങ്ങനെ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും? ഗ്രീൻ ട്രൈബ്യൂണൽ അവരുടെ ഒരു വശം മാത്രം ആലോചിച്ച് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അവരുടെ മുമ്പിൽ എങ്ങനെ അന്തരീക്ഷ മലിനീകരണം തടയാൻ കഴിയും? നമ്മുടെ നഗരങ്ങളെ മലിനീകരണ വിമുക്ത നഗരങ്ങളാക്കി മാറ്റാൻ കഴിയും. ഇങ്ങനെയാണ് അവർ ആലോചിച്ചത്. ഇപ്പോഴത്തെ വിധി നടപ്പിലാക്കാൻ വാഹന ഉടമസ്ഥന്മാർക്കും ഗവൺമെൻറ്റിനും വലിയ പ്രയാസമാണ് എന്ന നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. 2 പതിറ്റാണ്ടിലെ വ്രതാനുഭവങ്ങളാണ് TN പ്രതാപൻ പങ്കുവയ്ക്കുന്നത്. സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് പോലും അറിയാത്ത ഒരു മഹാരഹസ്യം അദ്ദേഹം ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പറയുകയുണ്ടായി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിവാദമുണ്ടായപ്പോൾ സീറ്റ് വേണ്ടെന്ന് വയ്ക്കാൻ അദ്ദേഹത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല TN പ്രതാപനെ. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് റംസാൻ നോമ്പ് നൽകിയ അപാരമായ മനഃശക്തിയായിരുന്നു അത്രേ. കയ്പമംഗലത്ത് സീറ്റ് ചോദിച്ച് കരഞ്ഞൊന്നും ഇപ്പോൾ ഓർക്കേണ്ടതില്ല. എന്നെ ചെറുപ്പത്തിൽ ഈ വിശുദ്ധ ഖുർആനോടും ഈ ഇസ്ലാം മതത്തോടും ബഹുമാനവും ആദരവും ഉണ്ടാക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിലെ പ്രധാന സംബോധന തന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ ഹേ മനുഷ്യ എന്നുള്ള സംബോധന ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയ ഒരാളാണെന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ. സ്വാഭാവികമായും എൻ്റെ ബാല്യം മുതലുള്ള സുഹൃത്തുക്കളെല്ലാം മഹാഭൂരിപക്ഷവും ഇസ്ലാം മതവിശ്വാസികളായ ആളുകളാണ്. എൻ്റെ തൊട്ട് ഒരു 2, 3, 4 വീടുകൾ കഴിഞ്ഞ് മാറ്റിവെച്ചാൽ ഭൂരിപക്ഷം അയൽപക്കക്കാരും ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾ തന്നെയാണ്. എൻ്റെ അമ്മ, എൻ്റെ സ്കൂളിൽ പഠിക്കാത്ത, എഴുത്തും വായനയും അറിയാത്ത എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച അതേ സന്ദർഭത്തിൽ തന്നെ എൻ്റെ അയൽപക്കത്തും ജബ്ബാർ എന്ന പേരുള്ള ഒരു സഹോദരനെ ഉമ്മ തൊട്ട് അയൽപക്കത്തുള്ള റാവുമായും പ്രസവിക്കുകയുണ്ടായി. എൻ്റെ അമ്മ മറ്റ് അയൽപക്ക വീടുകളിൽ തൊഴിലിന് പോകുമ്പോഴും അല്ലെങ്കിൽ പാടത്ത് കൊയ്യാൻ പോകുമ്പോഴുമൊക്കെ എന്നെ ഏൽപ്പിച്ചിരുന്നത് റാവുമ്മയുടെ കയ്യിലാണ്. റാവുമ്മയുടെ മാർത്തടത്തിൽ നിന്നും എൻ്റെ അമ്മയുടെ മുലപ്പാല് പോലെ ജബ്ബാർ കുടിച്ച മുലപ്പാല് ഞാൻ റാവുമ്മയുടെ ഈ കയ്യിൽ നിന്നും കുടിക്കാൻ ഭാഗ്യം കിട്ടി വളർന്ന ഒരാളാണ്. വളരെ ചെറിയ പ്രായത്തിൽ ഒന്നിച്ച് കളിച്ച് നടക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനായ ഗഫൂർ ഉൾപ്പെടെയുള്ള ആളുകൾ വിശുദ്ധ റമദാന്റെ പകൽ ദിനങ്ങളിൽ അന്നപാനീയങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട് നടക്കുന്ന സന്ദർഭത്തിൽ സ്കൂളിലെ പൈപ്പ് വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിക്കാനും സ്കൂളിൽ നെല്ലിക്ക വിൽക്കാൻ വേണ്ടി വരുന്ന അമ്മായിയുടെ കയ്യിൽ നിന്ന് നെല്ലിക്കയും ഉപ്പുമൊക്കെ വാങ്ങിച്ച് കഴിച്ചിരുന്നത് ഈ കൂട്ടുകാർ കഴിക്കാതിരിക്കുമ്പോൾ ആ പൈപ്പിലെ വെള്ളവും നെല്ലിക്കയും ഉപ്പും കഴിക്കുന്നത് ശരിയല്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അവരുടെ കൂടെ ഹൃദയ സമർപ്പണം നടത്തി അവരുടെ സ്നേഹത്തിൻ്റെ ഭാഗമായി ആദ്യം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്നേഹബന്ധത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരാളാണ് എളിയവനായ ഞാൻ. പിന്നീട് കോളേജ് വിദ്യാർത്ഥിയായി പഠിക്കുന്ന ഘട്ടത്തിലും
വിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 10 ദിവസം, 12 ദിവസം, 15 ദിവസമൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. ആരെയും അറിയിക്കാതെ, ആരോടും പറയാതെ കൃത്യമായും ഇതുപോലെ വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കുമായിരുന്നു. എനിക്ക് അത്താഴം കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം എൻ്റെ അയൽവകത്തെ റാവിമ്മ ഉൾപ്പെടെയുള്ള വീടുകളിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ഗഫൂർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പള്ളിയിലെ മുത്തവലി അടക്കമുള്ള മരിച്ചുപോയ സ്വാതന്ത്ര്യ സമര സേനാനിയും മാളിയേക്കൽ കുഞ്ഞുബാപ്പു സാഹിബിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി എന്നെ കൊണ്ടുപോയി നോമ്പ് തുറപ്പിക്കുമായിരുന്നു. അത് ഒരുപക്ഷെ അന്ന് അയൽവാസികളോടും സുഹൃത്തുക്കളോടുമുള്ള ആത്മബന്ധത്തിൻ്റെ ഭാഗമായി ഈ ചെറിയ പ്രായത്തിൽ വ്രതമെടുക്കാൻ തുടങ്ങിയെങ്കിൽ പിന്നീട് ഞാൻ അറിയാനും പഠിക്കാനും വേണ്ടി ശ്രമിച്ചു. വിശുദ്ധ റമദാനിലെ ഒരു നോമ്പും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഒരു നോമ്പ് കാലത്ത് ചൈനയിൽ നടക്കുന്ന ഒരു വലിയ അന്തർദേശീയ എക്സിബിഷനിൽ പോകാൻ എനിക്ക് ഒരു അവസരം കിട്ടി. എൻ്റെ കൂടെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയുമോ എന്നറിഞ്ഞുകൂടെ ഖത്തറിലുള്ള കൊടുങ്ങല്ലൂർക്കാരനായ ഒരു സീഷോർ മുഹമ്മദ് അലി ഉൾപ്പെടെ ഉള്ള 3 ഇസ്ലാം മതവിശ്വാസികളായ സുഹൃത്തുക്കളും ഉണ്ടായി. ഞാൻ നോമ്പ് തുടങ്ങി 2ാമത്തെ ദിവസമാണ് ചൈനയിലേക്ക് പോകുന്നത്. അവരുമായി ഒറ്റ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയത്. ഒരു കാരണവശാലും നോമ്പ് നഷ്ടപ്പെടുത്താൻ പാടില്ല ചൈനയിൽ പോയാലും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ചൈനയ്ക്ക് പോരാമെന്ന് പറഞ്ഞു. ചൈനയിലെ ഭക്ഷണം പ്രത്യേകിച്ചും പോർക്കിൻ്റെ നെയ്യും ഒക്കെ ചേർത്ത ഭക്ഷണമാണ് എന്ന് പലയിടത്തും വായിച്ചറിഞ്ഞത് കൊണ്ട് അവിയൽ, നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്ന അവിയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നും അത് വറുത്ത് വരട്ടി കൊണ്ടുപോയി കൃത്യമായും 8 ദിവസക്കാലം ചൈനയിലുള്ളപ്പോഴും അവിടെ നിന്നും പഴവും പെന്നും ഈ അവിയലും കഴിച്ച് നോമ്പ് കൃത്യമായും മുറിക്കാനും പ്രവാചകന്റെ കാലത്ത് പ്രവാചകന്റെ ബന്ധുക്കൾ സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്ന അന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്ന ചൈനയിലെ വിശുദ്ധ പള്ളിയിൽ പോലും പോകാനുള്ള ഒരു ഭാഗ്യം അന്ന് കിട്ടിയത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തും. അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 കൊല്ലം MLA ആയിട്ടും ഞാൻ അങ്ങനെ ഒരു വലിയ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാനത് പറയുന്നത് തെറ്റാണെന്ന് തോന്നരുത്. എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ അനഭിമതനായിട്ടും തോന്നിയിട്ടില്ല. എന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു സ്ഥാനാർത്ഥിത്വം വേണ്ട, MLA സ്ഥാനം വേണ്ട എന്ന് തോന്നാൻ മനസ്സ് പ്രേരിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ അങ്ങനെ നിൽക്കുമ്പോഴും ഒരു അസ്വസ്ഥതയില്ലാതെ സ്വയം സമർപ്പിക്കാൻ തോന്നിയിട്ടുള്ളത് എനിക്ക് വിശുദ്ധ റമദാനിലെ ഈ ഒരു മാസക്കാലം കിട്ടുന്ന പരിശീലനം തന്നെയാണ്.